ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളപ്പോൾ ഉദുമ മണ്ഡലത്തിലാണ്. കാസർഗോഡ് ജില്ലയിലെ ഉദുമ മണ്ഡലത്തിന്റെ മത്സരചിത്രം നമ്മൾ പരിശോധിക്കുകയാണ്. നമുക്കറിയാം, കാസർഗോഡ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ബേക്കൽ കോട്ടയായിരിക്കും. ആ ബേക്കൽ കോട്ട ഉൾപ്പെടുന്ന മണ്ഡലമാണ് ഉദുമ മണ്ഡലം. നമ്മൾ ചന്ദ്രഗിരി പുഴയുടെ തെക്കേ ഭാഗത്ത് എത്തിയിരിക്കുന്നു. നേരത്തെ കണ്ട മഞ്ചേശ്വരത്തിന്റെയും കാസർഗോഡിന്റെയും രാഷ്ട്രീയവും സാമുദായിക സമവാക്യങ്ങളെല്ലാം മാറിയിരിക്കുന്നു. ഇത് മറ്റൊരു ലോകം എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ LDFും UDFും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടം നടക്കുന്ന സ്ഥലമാണ്. ഇനി അങ്ങോട്ട് ഉദുമ മണ്ഡലത്തിൽ പ്രത്യേകിച്ചും നിലവിൽ LDFിന്റെ കൈവശമുള്ള മണ്ഡലമാണ്. വർഷങ്ങളായി LDFിന്റെ കൂടെയുള്ള മണ്ഡലമാണ്. അപ്പോഴും മൃഗീയമായ ഒരു ഭൂരിപക്ഷം LDFിന് ഇവിടെ ഇല്ല. കംഫർട്ടബിളായ LDF ജയിക്കുമ്പോഴും കോൺഗ്രസിന് UDFിന് കൃത്യമായ ഒരു വോട്ട് ബാങ്കുള്ള മണ്ഡലമാണ്. അപ്പോൾ ഉദുമയുടെ രാഷ്ട്രീയ ചിത്രം, ഉദുമയുടെ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് പരിശോധിക്കാം. മണ്ഡലം നിലനിർത്താൻ സിറ്റിംഗ് MLA തന്നെയാണ് LDF ഇത്തവണ രംഗത്തിറക്കിയിരിക്കുന്നത്. CH കുഞ്ഞമ്പു, ഒപ്പം K നീലകണ്ഠൻ KPCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഈ ജില്ലയിൽ നിന്ന് തന്നെയുള്ള ആളെ UDF നിലനിർത്തിയിരിക്കും. മണ്ഡലത്തിൽ ഇത്തവണ മത്സരിപ്പിച്ചിരുന്നു. ഒപ്പം BJPയുടെ സ്ഥാനാർത്ഥിയായി മനുലാൽ മേലത്ത് ഇത്തവണ മത്സരരംഗത്തുണ്ട്. നമുക്ക് പ്രദീപിനോട് ചോദിക്കാം. പ്രദീപ്, എന്താണ് ഇവിടുത്തെ ഒരു സാഹചര്യം? ഇവിടുത്തെ സാഹചര്യം വികസന പ്രശ്നങ്ങൾ തന്നെയാണ് ഇവിടെ ഉന്നയിക്കുന്നത്. മലയോര മേഖലയിലും തീരദേശ മേഖലയിലും വലിയ പ്രശ്നങ്ങളുണ്ട്. മലയോര മേഖലയിൽ കർഷകരാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം നേരിടുന്നത്. വന്യമൃഗശല്യം, അതിനൊരു ശാശ്വത പരിഹാരം കാണാൻ ഇതുവരെയും ബന്ധപ്പെട്ടവർക്കായില്ല എന്നുള്ളത് ഒരു പരാതിയായി തന്നെ നിലനിൽക്കുകയാണ്. സോളാർ ഹാങ്ങിങ് ഫെൻസിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും പൂർണ്ണമായും ആ പ്രശ്നം പരിഹരിക്കാൻ MLAക്കോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങൾക്കോ സാധിച്ചിട്ടില്ല എന്നൊരു വലിയ പരാതിയായി നിൽക്കുന്നു. തീരദേശ മേഖലയിൽ കടലേറ്റം രൂക്ഷമാകുന്ന തൃക്കണ്ണാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അത് പൂർണ്ണമായും പരിഹരിക്കാനുള്ള ഇടപെടൽ നടത്താൻ അധികൃതർക്കായിട്ടില്ല. അതുതന്നെയാണ് ഏറ്റവും പ്രധാനമായും ഈ മണ്ഡലത്തിൽ ചർച്ചയാകുന്ന മറ്റ് പ്രശ്നങ്ങൾ. റോഡ്, പാലങ്ങൾ ഉൾപ്പെടെ എല്ലായിടത്തും നടക്കുന്ന പോലുള്ള വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് എങ്കിൽ കൂടിയും മലയോര മേഖലയിലും തീരദേശ മേഖലയിലുമാണ് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നതാണ് ഇവിടെ ചർച്ചയാകുന്നത്. മലയോര മേഖലയും തീരദേശ മേഖലയും എല്ലാം ഉൾപ്പെടുന്ന ഒരു മണ്ഡലമാണിത്. അപ്പോൾ വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ മണ്ഡലത്തിലുള്ള ആളുകൾക്കുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ബാരാ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ്. ഇവിടെ ഉത്സവം നടക്കുകയാണ്. വലിയ രീതിയിൽ ആളുകളെ കാണാം. ഇവിടെ അമ്പലത്തിലെ ഉത്സവം ആ ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇവിടെ അതിൻ്റെ ഊട്ടുപുര, അവിടെ ആളുകൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ ഒരു വലിയ നിര തന്നെയുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവർക്ക് എന്താണ് സംസാരിക്കാനുള്ളത്? നല്ല രീതിയിൽ പോകുന്നുണ്ട്. വോട്ടുണ്ടോന്ന് എന്താ കന്നി വോട്ടാണ്? ഇല്ല, ആക്കിയിട്ടാ ഉണ്ട്. ഇല്ല 18 വയസ്സ്. ഓക്കെ. അപ്പൊ എന്താണ് ഉദുമയിലെ രാഷ്ട്രീയ സാഹചര്യം? എന്ത് പറയാനില്ല, അതൊന്നും പറയാനില്ലപ്പാ. തെരഞ്ഞെടുപ്പല്ലേ? തെരഞ്ഞെടുപ്പ് ചൂടുണ്ടോ? ചൂടുണ്ട്. കുറെ കാലമായി LDFിന്റെ കയ്യിലുള്ള ഒരു മണ്ഡലമാണ്. അപ്പൊ ഇത്തവണ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും തോന്നുന്നുണ്ടോ? മാറ്റമൊന്നുമില്ല. CH തന്നെ ജയിക്കും. അപ്പൊ ഇതാണ്, എല്ലാവരും സംസാരിക്കാൻ ആ രീതിയിൽ തയ്യാറാവുന്നില്ല. നമുക്ക് നോക്കാം എന്ത് പറയുന്നു ഉദുമയിലെ രാഷ്ട്രീയ സാഹചര്യത്തെ. ഉദുമ എന്നും ഒരു ഇടതുപക്ഷ മണ്ഡലമാണ്. CH കുഞ്ഞമ്പു അത് തീർച്ചയായിട്ടും വിജയിക്കും, അത് യാതൊരു സംശയമില്ല. പിന്നെ എന്താ പറയാ, പക്ഷേ പലപ്പോഴും 10 വർഷത്തെ ഇടതുപക്ഷ ഭരണത്തിന്റെ ഒരു നേട്ടം കൂടിയായിരിക്കും CH കുഞ്ഞമ്പിന്റെ വിജയം. പക്ഷേ ഇവിടെ ഇടതുപക്ഷം തുടർച്ചയായി ജയിക്കുമ്പോഴും ഈസി അല്ല. ടൈറ്റ് ഫൈറ്റുകൾ പലതവണ ഉണ്ടായിട്ടുണ്ട്. സുധാകരൻ, KPCC മുൻ പ്രസിഡന്റ് സുധാകരൻ പോലും ഇവിടെ വന്നിട്ട് ജയിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെന്താണ്? പിന്നെ അതുകൂടാതെ കോൺഗ്രസിന്റെ ഇന്നത്തെ ഈ അവരുടെ ഫണ്ട് വിവാദം ജനങ്ങൾ മൊത്തം സോഷ്യൽ മീഡിയയിൽ അറിയാം. വയനാടാണോ? വയനാട് ഫണ്ട് 10 ഇപ്പോൾ പിരിച്ചിട്ട് അവർ കണക്ക് അവതരിപ്പിച്ചില്ല. ഇത് ഒരു DYFI എന്ന ഒരു പ്രസ്ഥാനത്തിന് 20 കോടി പിരിക്കാമെങ്കിൽ അഖിലേന്ത്യാ പാർട്ടിയായ കോൺഗ്രസിന്
ഈ തുച്ഛമായ 7 കോടി ജനങ്ങളെ പറ്റിക്കാനുള്ള വേറെ എന്ത് പറയാനാണ്? ശരി. ആ രീതിയിലുള്ള പ്രതികരണങ്ങളും വരുന്നുണ്ട്. വോട്ടാണോ ഉദുമയിലെ വോട്ടാണോ? എന്താണ് ഇവിടുത്തെ ഒരു അവസ്ഥ? നല്ല രാഷ്ട്രീയ ചൂടുകളുണ്ട്, എല്ലാ രാഷ്ട്രീയവും പൊതുവെ ടൈറ്റായ ഒരു മത്സരം ഉണ്ടല്ലോ, ടൈറ്റായ മത്സരം. അപ്പൊ ആർക്കാണ് ഇത്തവണ കാറ്റ്? LDF ആണ് കൂടുതൽ. പക്ഷെ ഇപ്പോ UDF നല്ല ഇതാണ്. പിന്നെ NDA നല്ല വോട്ട് പിടിക്കും. അത് ചിലപ്പോ LDF വരാനും സാധ്യത. BJP പിടിക്കുന്ന വോട്ട് ആർക്കായിരിക്കും പ്രശ്നമാവുക? അത് കുറച്ചിലാകുന്നതാണ്. അത് LDF-നായിരിക്കും കൂടുതൽ. ശരി, അപ്പോൾ ആ രീതിയിൽ ആളുകൾ പല രീതിയിൽ രാഷ്ട്രീയം പറയുന്നുണ്ട്. എന്തായാലും 2016 കെ സുധാകരൻ കണ്ണൂർ വിട്ടത് ഇവിടെ ഉദുമ പിടിക്കാൻ വന്നത്. ഒരു വലിയ തരംഗം സംസ്ഥാനത്തുണ്ടെങ്കിൽ ആ തരംഗം മൂലം മറിയാൻ സാധ്യതയുള്ള എന്ന് UDF കണക്കാക്കുന്ന കാസർഗോഡിലെ ഒരു മണ്ഡലമാണ് ഉദുമ. അതുകൊണ്ട് UDF വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഈ മണ്ഡലത്തെ കാണുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെയുള്ള ആളുകളുടെ പ്രതികരണങ്ങളിൽ നിന്ന് അവർ ഈ രീതിയിൽ ഒരു മറച്ചിലുണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും കൂടുതൽ ആളുകൾക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിക്കാം. ലൈവ് ഞങ്ങൾ കണ്ടോണ്ടി. അതെ, അപ്പോൾ ലൈവിൽ പറഞ്ഞോളൂ, എന്താ പറയണ്ടേ? ഉദുമയിലെ രാഷ്ട്രീയ സാഹചര്യം പൊതുവെ ഒരു മാറ്റം അനിവാര്യമല്ലേ? നിലവിലെ MLA-യുടെ വർക്ക് മോശമാണോ നല്ലതാണോ? അങ്ങനെയൊന്നും പറയാൻ നമ്മളാളല്ല. സർക്കാരിനെ കുറിച്ച് എന്താ അഭിപ്രായം? സർക്കാരിൻ്റെ നല്ല അഭിപ്രായം തന്നെ, ഇതിലെ മോശം അഭിപ്രായം ഒന്നും പറയാൻ ആളല്ല. പിന്നെ എന്തിനാ മാറ്റം വേണമെന്ന് പറയുന്നത്? എന്തുകൊണ്ടാ? മാറ്റം ഏത് സാഹചര്യത്തിലും മാറ്റം അനിവാര്യമാണല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. ഇവിടെ ഒന്നുമില്ല. വോട്ട് ചെയ്യും. തെരഞ്ഞെടുപ്പിൽ എന്താ അഭിപ്രായം? എന്താണ്? ഇലക്ഷനൊക്കെ ആണല്ലോ. ഇലക്ഷൻ്റെ ചൂടിലാണ്, പ്രചരണത്തിൻ്റെ ചൂടിലാണല്ലോ ഇപ്പോൾ നമ്മൾ. ഇപ്രാവശ്യം നല്ലൊരു ഇലക്ഷൻ അല്ലേ, മത്സരമല്ലേ കേരളത്തിൽ നടക്കുന്നില്ലേ? ഈ മണ്ഡലത്തിൽ ഉദുമയിൽ ആർക്കാണ് കൂടുതൽ സാധ്യത? ഉദുമയിൽ പൊതുവെ നോക്കുകയാണെങ്കിൽ CH-നാണ് സാധ്യത. പിന്നെ നല്ലൊരു അഭിപ്രായമാണ് എല്ലാവർക്കും, ഒരു നെഗറ്റീവില്ല. നല്ല CH-ന് നല്ലൊരു ജനപ്രിയം തന്നെ. ശരി, ആ രീതിയിൽ ഇവിടെ നമ്മളിപ്പോൾ ഉത്സവപ്പറമ്പിലാണ്. കുറേ ആളുകളുണ്ട്, ഞായറാഴ്ച കൂടിയാണല്ലോ. അപ്പോൾ നിരവധി ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇവരെ കാണാൻ സ്ഥാനാർത്ഥികളും നേരത്തെ തന്നെ ഇവിടെ വന്നിരുന്നു. എന്തായാലും ഇനി കൂടുതൽ ഇതിനപ്പുറമുള്ള മേഖലയിലുള്ള ആളുകൾ കൂടി എന്താണ് പറയേണ്ടതെന്ന് നമുക്ക് പരിശോധിക്കാം. നമ്മൾ നേരത്തെ പെരിയ മേഖലയിൽ പോയിരുന്നു. അവിടെയുള്ള ആളുകൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. കാണാം ജനശബ്ദം. മത്സരം നീലാണ്ടനും CH കുഞ്ഞമ്പുകൾ. BJP നല്ല ഫൈറ്റുന്നുണ്ട്. വോട്ടുണ്ട്, വോട്ട് കൊടുക്കും കോൺഗ്രസിന് തന്നെ. സ്ഥാനാർത്ഥി നമ്മളെ നീലകണ്ഠൻ. വോട്ട് ചെയ്യുന്നത് നീലകണ്ഠൻ തന്നെ. കട്ടക്കെന്നൊന്നും പറയാൻ പറ്റില്ല. എങ്ങനെയാണെന്ന് അവരെ വിജയം അവർ തന്നെ തീരുമാനിക്കണം. ജനങ്ങൾ ഉണ്ടാവുമല്ലോ എന്തെങ്കിലും. ഇപ്പോൾ MLA വലിയ മോശമല്ല, വികസനം കുറേ കൊണ്ടുവന്നിനി. അതെ നല്ല MLA. മത്സരം വലിയ ടൈറ്റില്ല. ഇല്ല. ആരൊക്കെ തമ്മിലാണ് ഇവിടെ ഉദുമയിൽ ശരിക്കും ഒരു ഫൈറ്റ് നടക്കുന്നത്? ഫൈറ്റ് നടക്കുന്നത് BJP-യും ഇടതുപക്ഷവും. മാറ്റം വരട്ടെ. സംസ്ഥാനം മൊത്തം വികസനങ്ങൾ കുറവാണ് കാസർഗോഡ് ജില്ലയിൽ. ഇലക്ഷനിൽ നന്നായിട്ട് പോകുന്ന തോന്നുന്നത്. മത്സരം ഏകദേശം LDF തന്നെ അല്ലേ ആണെന്നാണ് എൻ്റെ വിശ്വാസം. ആയിരിക്കും. ഉദുമയിൽ എന്ത് പറയുക, ഇലക്ഷന് വോട്ട് കൊടുക്കും. ജയിക്കുന്നവരാരായെങ്കിലും സാധ്യത CH കുഞ്ഞമ്പു ആയിരിക്കണം. ഇല്ല, ടൈറ്റൊന്നുമില്ലപ്പാ, വലിയ ടൈറ്റൊന്നുമല്ല. സാധാരണ ജയിക്കുന്ന പറയാൻ പറ്റില്ല. അതിപ്പോൾ അവരവരെ ചെയ്ത പോലെ സാധ്യത മൊത്തത്തിൽ LDF ജയിച്ചുകൊണ്ടായി ഇതുവരെ. അതുവരെ ജയിക്കുന്ന തോന്നുന്നു. CH കുഞ്ഞമ്പു നമുക്കങ്ങനെ തോന്നുന്നില്ല ടൈറ്റാണെന്ന്. മത്സരം ടൈറ്റൊന്നുമില്ല. CH കുഞ്ഞമ്പു ഭൂരിപക്ഷം ഇവിടെ വിജയിക്കും. നമ്മൾ വികസനത്തിന് നോക്കിയിട്ട് അതിൻ്റെ രീതിയിലായിട്ടുള്ള വോട്ട് ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.